ഹായ് ഗൈസ്, ഇന്ന് കുക്കർ വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് മന്തി തയ്യാറാക്കാൻ നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് എത്രയാണോ അരി വേണ്ടി അതെടുത്തിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുക. ഞാനൊരു 3/4 കിലോ അരി എടുത്തത്. ഇനി നമുക്ക് ആവശ്യമുള്ള ചിക്കൻ വൃത്തിയാക്കി വെച്ച് കുക്കറിലിട്ട് കൊടുക്കുക. അതിലേക്കൊരു 3 ഏലക്ക, 3 ഗ്രാമ്പൂ, പട്ടയും ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 2 മാഗി ക്യൂബും കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. ഇനി 1 സ്പൂൺ മന്തി മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഒരു ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി അത് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ലേശം ഫുഡ് കളർ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. ഇനി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ലേശം വെള്ളം വെച്ചിട്ട് അതിൽ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള അരി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 വേവാകുമ്പോൾ നമുക്കത് ഊറ്റി മാറ്റാം. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് 1/2 വേവാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ അരി 1/2 വേവായിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ ഇപ്പം നമ്മൾ ഊറ്റി വെച്ച ചോറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ചോറ് അതിലേക്ക് വെറുതെ തട്ടി കൊടുത്താൽ മതി. ആ ചോറ് അമർത്തരുത്. അമർത്തിയാൽ നമ്മളെ ചോറ് വേവേറിപ്പോവും. ഇനി ഒരു ഭംഗിക്ക് വേണമെങ്കിൽ മാത്രം ലേശം ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കുക. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി പാർന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ചാർക്കോൾ ഇട്ടിട്ട് അതൊന്ന് പുകയിച്ചെടുക്കാം. പുകയിച്ച അതേ സമയം കൊണ്ട് നമുക്ക് നമ്മളെ കുക്കർ അടച്ച് വെക്കണം. ഇനി വെറും 2 വിസിൽ മാത്രം വന്നാൽ മതി. 2 വിസിൽ കൂടി പോരുത്. കൂടിയാൽ നമ്മളെ ചോറ് വേവേറിപ്പോവും. ഇനി ചാർക്കോളൊക്കെ മാറ്റി വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചോറ് പാക വേവായിട്ടുണ്ട്. കണ്ടോ, വേവൊന്നും ഏറിയിട്ടില്ല. 2 വിസിൽ മാത്രം വന്നാൽ മതി. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി കുക്കർ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ക്യാപ്സിക്കം പ്രത്യേകം പറയാണ്, ക്യാപ്സിക്കം മിസ് ചെയ്യണ്ട. ക്യാപ്സിക്കം ഇതിൽ അടിപൊളി ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മളെ കുക്കർ മന്തി എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.